നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ജീവിതം എന്നത് ഗ്രഹങ്ങളുടെ ചലനവുമായി അദൃശ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. അധ്വാനത്തോടൊപ്പം അല്പം ഭാഗ്യം കൂടെ തുണച്ചാൽ മാത്രമേ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാവുകയുള്ളൂ. അത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി എന്നത് കേവലം ഒരു ഭാഗ്യപരീക്ഷണമല്ല, മറിച്ച് പലരുടെയും സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള ഒരു വഴി കൂടിയാണ്. മാർച്ച് മാസമായാൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് 10 കോടി രൂപ ഒന്നാം സമ്മാനമായി വരുന്ന സമ്മർ ബമ്പർ ലോട്ടറിയാണ്. പലരും പല പ്രവചനങ്ങളും നടത്താറുണ്ടെങ്കിലും ഗ്രഹങ്ങളുടെ ഗോചരസ്ഥിതിയും നക്ഷത്രങ്ങളുടെ ഗതിയും സൂക്ഷ്മമായി പരിശോധിച്ചാൽ ആർക്കാണ് ഈ ഭാഗ്യം വരുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. മാർച്ച് മാസമായി കഴിഞ്ഞാൽ ബാങ്കുകളുടെ തിരിച്ചടവുകൾക്കായും മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നമ്മിൽ പലരും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാസം നമുക്ക് ഒരു വലിയ തുക സമ്മാനമായി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുവാനുള്ള കാരണവും. ഈ വർഷത്തെ സമ്മർ ബമ്പർ നറുക്കെടുപ്പ് നടക്കുന്നത് മീനമാസത്തിലാണ്. ഗ്രഹങ്ങളുടെ നില പരിശോധിക്കുമ്പോൾ നക്ഷത്രക്കാർക്ക് വലിയ ധനലാഭം ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ഏതൊക്കെ നക്ഷത്രക്കാരാണെന്നും അവരുടെ ഭാഗ്യസംഖ്യകൾ ഏതാണെന്നും നമുക്ക് വിശദമായി നോക്കാം. സമ്മർ ബമ്പർ ഭാഗ്യ നക്ഷത്രങ്ങൾ വിശദമായി നമുക്ക് പരിശോധിച്ചാൽ അവർക്ക് ഏതൊക്കെ രീതിയിലാണ് ഭാഗ്യം തുണക്കാൻ പോകുന്നതെന്നും മനസ്സിലാക്കാൻ സാധിക്കും. മാർച്ച് 28-ാം തീയതി വൈകിട്ട് 2 മണിക്കാണ് സമ്മാന പ്രഖ്യാപനം നടക്കുന്നത്. ആ ദിവസത്തെ ഗ്രഹനില പരിശോധിച്ചാൽ വ്യാഴം മിഥുനൻ രാശിയിലും ശനി, സൂര്യൻ, ഗുളികൻ എന്നിവർ മീനൻ രാശിയിലും നിൽക്കുന്നു. രാഹു, ബുധൻ, ചൊവ്വ എന്നിവർ കുംഭൻ രാശിയിലും ശുക്രൻ മേടത്തിലും കേതു ചിങ്ങത്തിലും ചന്ദ്രൻ കർക്കിടകത്തിലും സ്ഥിതി ചെയ്യുന്നു. ഈ സവിശേഷമായ ഗ്രഹസ്ഥിതി നമുക്ക് നോക്കിയാൽ ഇതിൽ നിന്ന് പല നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പറയുവാൻ സാധിക്കും. നമുക്കറിയാം, പോയ വാരത്തിൽ പ്രവാസിയായ ഒരു മലയാളിക്ക് 35 കോടി രൂപ ലോട്ടറി അടിച്ചു. അവിടെയുള്ള ഭാഗ്യക്കുറിയിലാണ് അത്തരത്തിൽ 35 കോടി രൂപ ലഭിച്ചത്. ഇതെല്ലാം നാം പറയുന്നത് പോലെ ഓരോരാളുടെ ജീവിതത്തിലും കൃത്യമായി സംഭവിക്കുക തന്നെ ചെയ്യും. എല്ലാവരുടെ ജീവിതത്തിലും വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലും കടന്നു വരിക തന്നെ ചെയ്യും. നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ മാറ്റം നാം കാണുന്നില്ലേ? ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും പടുകുഴികളിൽ നിന്ന് സമ്പന്നതയിലെത്തിയ എത്ര ആളുകളെ നമുക്കറിയാം. അതുപോലെ നിങ്ങളുടെ ജീവിതവും മാറി മറിയുക തന്നെ ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നിങ്ങളാൽ സാധ്യമായ സമയങ്ങളിലെല്ലാം നിങ്ങൾ ആ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. നന്മകൾ മാത്രം ചെയ്യുക. നിങ്ങൾക്ക് ചുറ്റുമുണ്ടായവരുടെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കും. നിങ്ങളുടെ കഷ്ടതകളും പ്രയാസങ്ങളും മാറി ജീവിതത്തിൽ ഉയർച്ചകൾ കൈവരിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. നാം ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിനെ നെഗറ്റീവായി കാണാതിരിക്കുക. കാരണം നമ്മുടെ ചുറ്റുമുള്ള മാറ്റങ്ങളെ നാം ഉൾക്കൊള്ളുക തന്നെ വേണം. ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നതയിലേക്കെത്തിയ ആളുകളെ നമ്മുടെ മുന്നിൽ ധാരാളം കാണുവാൻ സാധിക്കും. അതവരുടെ കഷ്ടപ്പാടിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലം മാത്രമല്ല, അവർക്ക് ഭാഗ്യം അനുകൂലമായി നിൽക്കുമ്പോൾ ഈ പ്രപഞ്ചം അവർക്ക് നൽകുന്ന അവസരങ്ങളാണ് ജീവിതത്തിൽ ഉയർച്ചകൾ കൈവരിക്കാൻ. അത്തരത്തിൽ എല്ലാ മനുഷ്യർക്കും ഈ പ്രപഞ്ചം അവസരങ്ങൾ നൽകും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഭാഗ്യക്കുറി എടുക്കുന്ന സമയത്ത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ആ ഒരു ഭാഗ്യക്കുറി സ്വീകരിക്കുക. ഈ തുക എനിക്ക് ലഭിക്കും. പ്രപഞ്ചത്തോട് നാം നെഗറ്റീവ് പറയാതിരിക്കുക. എനിക്കിത് ലഭിക്കില്ല, ഇതെല്ലാം വെറുതെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. തീർച്ചയായും ഇതിൽ നിന്നൊരു തുക എനിക്ക് ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ അത്തരം ഭാഗ്യക്കുറികൾ സ്വീകരിക്കുക. പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോവുക. നമുക്കറിയാം, നമുക്ക് ചുറ്റും നെഗറ്റീവ് ഊർജം എന്നും ഉണ്ടാവും. മറ്റുള്ളവരുടെ കണ്ണേറ്, പ്രാക്ക്, ശത്രുദോഷം ഇതെല്ലാം കൊണ്ട് ഒരു നെഗറ്റീവ് ഊർജം നമുക്ക് ചുറ്റുമുണ്ടാവും. അതോടൊപ്പം നാം നെഗറ്റീവായി മാറാതിരിക്കുക. നാം പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചെയ്യുക. കാരണം നെഗറ്റീവ് നമുക്ക് ചുറ്റും സ്വാഭാവികമായും ഉണ്ടാവും. ആ നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കാനാണ് നാം പറഞ്ഞത്. നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തിയെ നിത്യവും പ്രാർത്ഥിക്കുക. ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുക. ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ പറയാം. വിശേഷാൽ ദിവസങ്ങളിൽ പൂജകളും വഴിപാടുകളും നടത്താറുണ്ട്. ഈ പൂജകളിലും വഴിപാടുകളിലും നിങ്ങൾക്ക് പങ്കാളിയാവുന്നതിന് നിങ്ങളുടെ പേരും നാളും കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കാൻ ഇത് വളരെയധികം സഹായകരമായി തീരും. ഒപ്പം തന്നെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്കത് ഇരട്ടി ഫലം നൽകുകയും ചെയ്യും.
അതുകൊണ്ട് തന്നെ ഈ ഒരു അധ്യായം മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യുക. വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് അവരും അറിയട്ടെ. നമ്മുടെ പൂജാ വഴിപാടുകളിൽ അവരും പങ്കാളിയാവട്ടെ. നിസ്വാർത്ഥമായ മനസ്സും നിഷ്കളങ്കമായ സ്നേഹവും തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ കൈവരിക്കാൻ ഈ പ്രപഞ്ചം സഹായിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു അധ്യായം ഷെയർ ചെയ്തുകൊണ്ട് കാണുക. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് ഈ ഒരു വീഡിയോന് ചെയ്യുക. ഇനി നമുക്ക് ആ ഭാഗ്യ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 10 ഭാഗ്യ നക്ഷത്രങ്ങളിൽ ആദ്യം തന്നെ വരുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ദുഃഖങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. ശുക്രൻ നിങ്ങളുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നത് ലോട്ടറി ഭാഗ്യം ഇരട്ടിയാക്കുന്നു. 11ാം ഭാവത്തിലെ ചൊവ്വയുടെയും സർപ്പയുടെയും സ്ഥിതി അപ്രതീക്ഷിത ധനയോഗം കൊണ്ടുവരും. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 7 ഗണപതിയെ നിത്യവും പ്രാർത്ഥിക്കുക. എല്ലാ തടസ്സങ്ങളും നീങ്ങാൻ അത് വളരെയധികം സഹായകരമായി തീരും. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ധനം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുക തന്നെ ചെയ്യും. മാർച്ച് മാസം നിങ്ങളുടെ എല്ലാ കഷ്ടതകളും നീങ്ങും. അതുകൊണ്ട് തന്നെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഭഗവാനെ പഴി പറയാതെ മുന്നോട്ട് പോവുക. ജീവിതത്തിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇനി രണ്ടാമതായി വരുന്നത് അത്തം നക്ഷത്രമാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ധനം വന്നു ചേരാനുള്ള വലിയ അവസരമാണ് ഇപ്പോൾ ഉള്ളത്. 6ലെ ബുധനും ചൊവ്വയും 8ലെ ശുക്രനും സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും. നറുക്കെടുപ്പ് ദിവസം ചന്ദ്രൻ 11ാം ഭാവത്തിൽ നിൽക്കുന്നത് വലിയ ഭാഗ്യം തന്നെയാണ് കൊണ്ടുവരാൻ പോകുന്നത്. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 2. നിത്യവും ആദിത്യ ഹൃദയമന്ത്രം ചൊല്ലി ആദിത്യനെ പ്രാർത്ഥിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങി ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കടന്നു വരുന്നതിന് വലിയ സഹായകരവും ഗുണവുമാവും ഇത്. ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കും. കുടിൽ നിന്ന് കൊട്ടാരത്തിലേക്കുള്ള മാറ്റം തന്നെയാണ് നിങ്ങളിൽ കാണുന്നത്. അതുകൊണ്ട് സധൈര്യം മുന്നോട്ട് പോവുക. ഈ ഒരു മാർച്ച് മാസം നിങ്ങളുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും നീങ്ങുക തന്നെ ചെയ്യും. നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന പല കാര്യങ്ങൾക്കും അതെല്ലാം നീങ്ങി ജീവിതത്തിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ തകർച്ച ആഗ്രഹിച്ചവർ ഇനി ദുഃഖിക്കേണ്ട നാളുകളാണ് കടന്നു വരാൻ പോകുന്നത്. അത്രയേറെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഭഗവാനെ പഴിപറയാതെ നിത്യവും രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും ആ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ധ്യാനിക്കുക. ജീവിതത്തിൽ കടന്നു വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളെ നിങ്ങൾ പ്രാർത്ഥനാപൂർവം സ്വീകരിക്കുക. രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇനി മൂന്നാമതായി വരുന്നത് ചോതി നക്ഷത്രമാണ്. മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും. 10ലെ ചന്ദ്രനും 6ലെ ഗുളികനും നിങ്ങൾക്ക് ഐശ്വര്യം നൽകും. 9ാം ഭാവത്തിലെ വ്യാഴം ധനവർദ്ധനവിന് കാരണമാകും. ഇതുവരെ നിങ്ങളെ കളിയാക്കിയവർ നിങ്ങളുടെ വളർച്ച കണ്ട് അത്ഭുതപ്പെടും. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 2. ഹനുമാനെ നിത്യവും ഉപാസിക്കുക. അത് ജീവിതത്തിലെ എല്ലാ ഭാരമേറിയ കാര്യങ്ങളെയും ഇല്ലാതാക്കുവാൻ സഹായിക്കും. ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവം മുന്നോട്ട് പോവുക. ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. എല്ലാ കഷ്ടതകളുടെ പ്രയാസങ്ങളുടെ നടുവിൽ നിന്നും നിങ്ങൾക്ക് വലിയൊരു മോചനം തന്നെ ലഭിക്കാൻ പോവുകയാണ്. ഇതെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയുടെയും നിങ്ങളുടെ വഴിപാടുകളുടെയും ഫലം തന്നെയാണ്. നിങ്ങളുടെ കഷ്ടതക്കുള്ള പ്രതിഫലം തന്നെയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയ്ക്കുള്ള ഫലം തന്നെയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഉയർച്ചകളുടെ നാളുകൾ തന്നെയാണ്. ജീവിതത്തിൽ മറ്റുള്ളവരുടെ മാറ്റങ്ങൾ പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ജീവിതത്തിൽ ധാരാളം ധനം വന്നു ചേരുക തന്നെ ചെയ്യും. രക്ഷപ്പെടുക തന്നെ ചെയ്യും. പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. 4മതായി വരുന്നത് ഉത്രാടം നക്ഷത്രക്കാരാണ്. കഷ്ടപ്പാടുകൾ ആരോടും പറയാനാകാതെ ഉള്ളിലൊതുക്കി നടന്നവരാണ് നിങ്ങൾ. എന്നാൽ 7ലെ വ്യാഴവും 3ലെ സൂര്യനും നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉത്രാടം ആദ്യ 3/4 ഭാഗക്കാർക്ക് ബമ്പറടിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഭാഗ്യസംഖ്യ 1. നിങ്ങൾ ശങ്കരനാരായണനെ പ്രാർത്ഥിക്കുക. എല്ലാ പ്രയാസങ്ങൾക്കും അറുതി വരുന്നതിന് അത് വളരെയധികം സഹായകരമായി തീരും. നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ധ്യാനിക്കുക. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്നതിനും അത് സഹായകരമായി തീരും. തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പ്രാർത്ഥനകൾ സ്ഥിരമാക്കുക. ഒപ്പം തന്നെ വഴിപാടുകൾ ചെയ്യുക. അത് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുവാനും വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് ഇരട്ടം ഫലം നൽകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സമയമാണ്. എല്ലാ അവസരങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാവും. 5മതായി വരുന്നത് പൂരുരുട്ടാതിയാണ്. പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥ മാറാൻ പോവുകയാണ്. മാർച്ച് പകുതിക്ക് ശേഷം ശുക്രൻ ധനഭാവത്തിലേക്ക് മാറുന്നത് വലിയ മാറ്റം കൊണ്ടുവരും. ഗജകേസരി യോഗമുള്ളതിനാൽ ദൈവം ധനം കൈവെള്ളയിൽ വച്ചു തരുന്ന അവസ്ഥയുണ്ടാകും. ഭാഗ്യസംഖ്യ 3. മഹാവിഷ്ണുവിനെ നിത്യവും പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ വലിയ ഗുണവും നിങ്ങൾക്ക് വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് ഇരട്ടി ഫലം ലഭിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുവാനും അത് സഹായിക്കും. എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് കരകയറുന്നതിനും ഇത് വളരെ ഗുണപ്രദമാണ്. അതുകൊണ്ട് തന്നെ വിഷ്ണു ഭഗവാനെ നിത്യവും മനസ്സിൽ ധ്യാനിക്കുക. രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ജീവിതത്തിൽ ഇനി സൗഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് വരാൻ പോകുന്നത്. 6മത് ചിത്തിര നക്ഷത്രമാണ്. ഒരുപാട് യാതനകൾ അനുഭവിച്ചവരാണ് ഇവർ. വ്യാഴം
ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ലോട്ടറി ഭാഗ്യം വർദ്ധിപ്പിക്കുന്നു. തുലാക്കൂറിൽ ജനിച്ച ചിത്ര നക്ഷത്രക്കാർക്ക് 5 ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്ന അപൂർവ സമയമാണിത്. അതുകൊണ്ട് തന്നെ സൗഭാഗ്യങ്ങൾ ഏറെ നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 9 സുബ്രഹ്മണ്യനെ നിത്യവും പ്രാർത്ഥിക്കുക. സാധ്യമാവുന്ന സമയങ്ങളിലെല്ലാം സുബ്രഹ്മണ്യനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സിൽ ധ്യാനിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നെഗറ്റീവ് ഊർജ്ജത്തെയും ഇല്ലാതാക്കുവാൻ ഇത് വളരെയധികം സഹായകരമായി തീരും. അതുകൊണ്ട് തന്നെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഭഗവാനെ പഴി പറയാതിരിക്കുക. വലിയ സൗഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് കടന്നു വരാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയുടെയും നിങ്ങളുടെ പ്രയത്നത്തിൻ്റെയും നിങ്ങളുടെ വഴിപാടുകളുടെയും ഫലം തന്നെയാണ്. അതുകൊണ്ട് വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളെ പ്രാർത്ഥനാപൂർവം ഏറ്റുവാങ്ങുക. മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ മാറ്റങ്ങളും എല്ലാ സാമ്പത്തിക ഉയർച്ചകളും നിങ്ങളുടെ ജീവിതത്തിലേക്കും കടന്നു വരാൻ പോവുകയാണ്. ഇനി 7ാമതായി വരുന്നത് കാർത്തിക നക്ഷത്രക്കാരാണ്. മീനമാസം ഭാഗ്യം നിങ്ങളെ തേടി വരുന്ന സമയമാണ്. 11 സൂര്യശനി യോഗം വലിയ ധനനേട്ടം നൽകും. ലോട്ടറി എടുത്താൽ ചെറിയ പ്രൈസെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാതെ പോവുകയില്ല എന്നാണ് ഗ്രഹനില പറയുന്നത്. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 1. സൂര്യനെ നിത്യവും പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ എല്ലാ ഇരുളടഞ്ഞ വഴികളിലും പ്രകാശം നൽകുന്നതിന് അത് വളരെയധികം സഹായകരമായി തീരും. നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം കടന്നു വരാൻ പോവുക തന്നെയാണ്. വലിയ മാറ്റങ്ങൾ സംഭവിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് തന്നെ പറയാം. അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ധനം ലഭിക്കും. ആ ധനം നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും നല്ല രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നിത്യവും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. പ്രാർത്ഥനാപൂർവം സൗഭാഗ്യങ്ങളെ സ്വീകരിക്കുക. 8ാമതായി വരുന്നത് മൂലനക്ഷത്രമാണ്. കേതുവിൻ്റെ നക്ഷത്രമായ നിങ്ങൾക്ക് ശുക്രൻ ലക്ഷ്മി ഭാവത്തിൽ നിൽക്കുന്നത് രാജയോഗ തുല്യമാണ്. 7 വ്യാഴവും 3 കുജസർപ്പി യോഗവും നിങ്ങളെ മറ്റേത് നക്ഷത്രക്കാരേക്കാളും സമ്പന്നരാക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 7. ഗണപതിയെ നിത്യവും പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ പ്രയാസങ്ങളെല്ലാം നീങ്ങി ശുഭകാര്യങ്ങൾ സംഭവിക്കാനത് വളരെയധികം സഹായകരമായി തീരും. ജീവിതത്തിൽ ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ്. അതുകൊണ്ട് സധൈര്യം മുന്നോട്ട് പോവുക. പ്രാർത്ഥനാപൂർവം എല്ലാ കാര്യത്തെയും സ്വീകരിക്കുക. 9ാമതായി വരുന്നത് അവിട്ട നക്ഷത്രമാണ്. ലോട്ടറി അടിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. ജന്മഭാവത്തിലെ ഗജകേസരി യോഗം ഉള്ളതിനാൽ അധികം സൗഭാഗ്യങ്ങൾ ഉണ്ടാവും. 3 ശനിയും വ്യാഴവും ലോട്ടറി വഴി വലിയ ലാഭമുണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് വളരെയധികം സഹായകരമായി തീരും. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 9. ഭദ്രകാളിയോ മുരുകനെയോ ഭജിക്കുക. ജീവിതത്തിൽ വളരെയധികം ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് അത് സഹായകരമായി തീരും. നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുവാനും ഇത് വളരെയധികം ഗുണം ചെയ്യും. ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. സൗഭാഗ്യങ്ങളുടെ നാളു തന്നെയാണ്. എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായി സ്വീകരിക്കുക. കിട്ടുന്ന അവസരങ്ങളെല്ലാം നല്ല രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്രതീക്ഷിതമായ ധനയോഗം ജീവിതത്തെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും. ഇനി 10ാമതായി വരുന്നത് രോഹിണി നക്ഷത്രമാണ്. കഴിഞ്ഞ കാല ദുഃഖങ്ങൾ മാറി പുതിയൊരു തുടക്കമുണ്ടാകും. കടങ്ങളെല്ലാം വീട്ടി സമാധാനമായി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. 11 ഗ്രഹയോഗങ്ങൾ അപ്രതീക്ഷിത നേട്ടങ്ങൾ നൽകും. ബമ്പർ ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ ഭാഗ്യസംഖ്യ 2. വിഷ്ണുവിനെയോ ദുർഗയെയോ പ്രാർത്ഥിക്കുക. അത് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ വളരെയധികം സഹായകരമായി തീരും. രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും പ്രാർത്ഥന ശീലമാക്കുക. ഭഗവാനെ പഴി പറയാതെ മുന്നോട്ട് പോവുക. നിങ്ങളെ തേടി ധാരാളം സൗഭാഗ്യങ്ങൾ എടുക്കും. ചുറ്റുമുണ്ടായവരുടെ മാറ്റങ്ങൾ പോലെ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിക്കും. കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കും. വളരെയധികം സൗഭാഗ്യങ്ങൾ നിറഞ്ഞ സമയമാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഇരട്ടി ഫലം ലഭിക്കുക തന്നെ ചെയ്യും. സധൈര്യപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം സൗഭാഗ്യങ്ങളെ സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, ജ്യോതിഷമെന്നത് ഒരു വഴികാട്ടിയാണ്. ശുഭാപ്തി വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും മുന്നോട്ട് പോവുക. ഭാഗ്യമെന്നത് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. ഈ സമ്മർ ബമ്പർ നിങ്ങൾക്കായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ ജീവിതത്തിലും സമാധാനവും സന്തോഷവും സമ്പത്തും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഭഗവാനോട് നാം പ്രാർത്ഥിക്കാം. നമ്മുടെ നിത്യമുള്ള പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക. നിങ്ങളുടെ വിലയേറിയ ലൈക്ക് ഈ ഒരു വീഡിയോന് ചെയ്യുക. നന്ദി, നമസ്കാരം.